നമോ ഭഗവതേ വാസുദേവായ നമോ ഭഗവതേ വാസുദേവായ നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനി ദിനാമിനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമ്നേ ഗുരുദിശേ നമഃ നമോ ബ്രഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണഹിതായ ജഗദ്ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത കഥാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ 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 ഹരേ ഹരേ സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹൃതാംഗം മമുദ്ധാർവാർണവാത് ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോऽസ്മി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ മനോരഥോ മദീയോയം സർവദാ സബരസ്ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യം ദാസോഹം തവ കേശവ കസ്തൂരിതിലകം ലലാടപടലേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ വരമൗക്തികം കരതലേ വേണുകരീ കങ്കണം സർവാംഗേ ഹരിചന്ദനം സുലളിതം കണ്ടേ ച മുക്താവലി ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയതേ ഗോപാലചൂടാമണി അസ്തി സ്വസ്തരുണീ കരാഗ്രവികരത് കൽപ്പപ്രസൂനാലുത്തം വസ്തു പ്രസ്തുത് വേണുനാഥലഹരി നിർവ്യാകുലം സ്രസ്ത സ്രസ്ത നിബദ്ധ നീവിവിരസത് ഗോപീ സഹസ്രാവൃതം ഹസ്തന്യസ്തൻ താപവർഗം അഖിലോധാരം കിശോരാകൃതി കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രദാസുതം സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ ശ്രീമദ്ഭാഗവതം നാമപുരാണം ലോകവിശ്രുതം ശൃണ്യാ ശ്രദ്ധയാ യുക്തോ മമ സന്തോഷകാരണം ശ്ലോകാർത്ഥം ശ്ലോകപാദം വാ നിത്യം ഭാഗവതോദ്ഭവം പഠതേ ശൃണ്യായസ്തു ഗോസഹസ്രഫലം ലഭേത് മമോസേഷു സർവേഷു ശ്രീമദ്ഭാഗവതം പരം ശൃണ്വന്ത്യാ നരാ ഭക്ത്യാ മമ പ്രത്യേജസുവ്രത് വസ്ത്രാലങ്കരണൈ പുഷ്പൈർധൂപദീപോപഹാരകൈഃ ബഹീകൃതോ ഹി യഹം തൈച്ച സസംശയ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ജന്മാദ്യസ്യ യതോ അന്യയാതിരതച്ച അർത്ഥേഷു അഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഹ്യന്തി യസ്സൂരയഃ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാംനാ സേന സദാ നിരസ്ത കുഹകം സത്യം പരം ധീമഹി ധർമ്മപ്രോചിത കൈതവോ അത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവം അത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരീരീശ്വരഃ സദ്യോ ഹൃദ്യവരുത്തതേ അത്ര കൃതിഭിः ശുശ്രൂഷിഭിः തക്ഷണാത് നിഗമകൽപ്പതരോ ഗിരിതം സുഖമുഖാത് അമൃതദ്രവ സംയുതം പിബതാ ഭാഗവതം രസമാലയം മുഹുരഹോ രസിയാ ഭുവി ഭാവുകാഃ സൂത ഉവാച യം പ്രവർജന്തമനുപേതമഭേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയതരവോ അഭിനേദു സർവഭൂതഹൃദയം മുനിമാനതോസ്മി യസ്സാനുഭാവം അഖിലശ്രുതിസാരമേഘം അധ്യാത്മദീപം അതിതിദൃഷ്ടതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനും ഉപയാമി ഗുരും മുനീനാം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തഥോ ജയമുദീരയേ മുഖം കരോതി വാചാലം പങ്കും ലംഘ്യതേ ഗിരിമിത്പാതമഹം വന്ദേ പരമാനന്ദമാധവം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തഥോ ജയമുദീരേ ഓം തത്സത് ഹരേ കൃഷ്ണ
ശ്രീ അനന്തപത്മനാഭ സത്സംഗത്തിലെ ശ്രേഷ്ഠരായ എല്ലാ ഭക്തജനങ്ങളെയും വീണ്ടും കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. കേൾക്കാനെല്ലാം പറ്റുന്നുണ്ടല്ലോ? ക്ലിയർ ആണ് പ്രഭു. ഹരേ കൃഷ്ണ. മൈത്രേയ ഉവാച. മൈത്രേയ മഹർഷി പറയുന്ന രംഗം. മൈത്രേയ ഉവാച ഇതി ദേവർണിതാക്ഷത്ത കാലാഖ്യാ പരാത്മനഃ മഹിമാ ഭേദഗർഭോവധ യഥാശ്രാശി നിബോധമേ. എവിടാ അല്ലേ? തൃതീയ സ്കന്ധം 12ാമത്തെ അധ്യായം എടുത്താട്ട്. തൃതീയ സ്കന്ധം 12ാമത്തെ അധ്യായം. ഇതി ദേവർണിതക്ഷത്ത കാലാഖ്യ പരമാത്മനഃ മഹിമാ ഭേദഗർഭോവധ യഥാശ്രാശി നിബോധമേ. ശ്രേഷ്ഠയായ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണമാണ് തൃതീയ സ്കന്ധം. എടുത്തോ? പ്രഭു. 1ാമത്തെ ശ്ലോകം, 3ാമത്തെ സ്കന്ധം 12ാമത്തെ അധ്യായം 1ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ. ആ, ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. മൈത്രേയ ഉവാച ഇതി ദേവർണിതാക്ഷത്ത കാലാഖ്യ പരമാത്മനഃ മഹിമാ വേദഗർഭോദ യഥാ സാക്ഷി നിബോധമേ. ഹരേ കൃഷ്ണ. അതിന്റെ ശബ്ദാർത്ഥം വിവർത്തനം വായിച്ചാണ് പ്രഭു. ആ വാക്യം പറയണോ? മൈത്രേയ ഉവാച അതൊക്കെ പറയണോ? അതെ അതെ, ശബ്ദാർത്ഥം വായിച്ചു. ഹരേ കൃഷ്ണ. മൈത്രേയ ഉവാച. ശ്രീ മൈത്രേയൻ പറഞ്ഞു. ഇതി അപ്രകാരം. തേ അങ്ങേക്കായി. വർണ്ണിത വിവരിച്ചു. ക്ഷത്തഃ ഓ വിതുര. കാല ആക്കേയഃ അനശ്വരമായ കാലത്തിന്റെ നാമത്തിൽ. പരമാത്മനഃ പരമാത്മാവിന്റെ. മഹിമ മഹത്വങ്ങൾ. വേദഗർഭഃ ബ്രഹ്മദേവൻ വേദങ്ങളുടെ സംഭരണി. കഥ ഇതിനുശേഷം. യഥാ അത് എങ്ങനെയാണോ അതേപോലെ. അസ്രാക്ഷി സൃഷ്ടിച്ചു. നിബോധ വെറുതെ അറിയാനുള്ള ശ്രമം. മേ എന്നിൽ നിന്ന്. വിവർത്തനം. ശ്രീല പ്രഭുപാദർക്ക് ജയ്. ഹരേ കൃഷ്ണ. ശ്രീ മൈത്രേയൻ പറഞ്ഞു. ഓ ജ്ഞാനിയായ വിതുര, ഇതുവരെ ഞാൻ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ കാലഘടകത്തിന്റെ രൂപത്തെ പറ്റി താങ്കൾക്ക് വിശദീകരിച്ചു തന്നു. ഇനി സർവവേദങ്ങളുടെയും ഖനിയായ ബ്രഹ്മാവിന്റെ സൃഷ്ടിയെ പറ്റി താങ്കൾക്ക് എന്നിൽ നിന്ന് ശ്രവിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഇവിടെ ശ്രേഷ്ഠരായ രണ്ട് വ്യക്തികളുടെ സംഭാഷണങ്ങളാണ്. ആരുടെയൊക്കെയാ? മൈത്രേയ മഹർഷിയുടെയും വിതുരനാണോ പ്രഭു? വിതുരരുടെയും. വിതുരരുടെ ചോദ്യത്തോടെയാണ് 3ാമത്തെ സ്കന്ധം തുടങ്ങുന്നത്. അങ്ങനെ മൈത്രേയ മഹർഷി ഭഗവാന്റെ എല്ലാ ലീലകളെ പറ്റിയും കാലഘടനയെ പറ്റിയും ഭഗവാനും കാലവും തമ്മിലുള്ള ബന്ധങ്ങളെ പറ്റിയും എല്ലാം പറഞ്ഞാണ്. അങ്ങനെ സൂക്ഷ്മമായ കാല നിരീക്ഷണത്തിലൂടെയാണ് 11ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. വായിക്കണം, വെറുതെ ഇരുന്ന് വായിക്കണം. വെറുതെ ഇരുന്ന് വായിക്കുക. അപ്പൊ അങ്ങനെ അതിനെ തുടർന്ന് വീണ്ടും മൈത്രേയ മഹർഷി പറയുകയാണ്, ഇനി ഞാൻ വേദഗർഭ. എന്താ? ആരാ വേദഗർഭൻ? ആരാ വേദഗർഭൻ? ബ്രഹ്മദേവൻ. അപ്പം വേദഗർഭൻ അറിവിന്റെ നിറകുടമായ, നേരത്തെ പറയത്തിൽ നമ്മൾ ചിലരെ പറയൂ അറിവിന്റെ നിറകുടമാണ്. അറിവിന്റെ നിറകുടം ഒരാളേ ഉള്ളൂ, അത് ബ്രഹ്മദേവനാണ്.
അറിവിന്റെ നിറകുടമായ ബ്രഹ്മാവിനെ ഭഗവാൻ എങ്ങനെ സൃഷ്ടിച്ചു എന്ന് ഞാൻ ഇനി അങ്ങോട്ട് പറഞ്ഞു തരാം. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് വേദഗർഭൻ, അറിവ്, പാണ്ഡിത്യം. ഇത് എവിടെ നിന്ന് കിട്ടി? എവിടെ നിന്ന് ഭഗവാനിൽ കിട്ടി? നിന്ന്. ഭഗവാൻ. ഭഗവാനിൽ ആ നിന്ന്. ഒരു റിയലൈസേഷൻ ഉണ്ടായത് കൊണ്ടാണ്, യാഥാർത്ഥ്യ ബോധം ഉണ്ടായത് കൊണ്ടാണ് ബ്രഹ്മാവ് എഴുതിയത്. എന്തെഴുതി? ബ്രഹ്മസംഹിത. ആ ബ്രഹ്മസംഹിത. അത് തവരി എന്താ? ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം. ശരി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം എങ്ങനെ ബ്രഹ്മാവിന് ഈ ജ്ഞാനം കിട്ടി? എങ്ങനെ കിട്ടി? തപസ് ചെയ്ത് കിട്ടി. തപസ് ചെയ്ത് കിട്ടി. അതായത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ തൻ്റെ നല്ല ശീലം കൊണ്ട് കിട്ടി. ഇല്ലേ? ഇല്ലേ? അങ്ങനെ പറഞ്ഞൂടെ? അതെ, അതെ പ്രഭു. എന്തായിരുന്നു നല്ല ശീലം? എന്തായിരുന്നു നല്ല ശീലം? എ ഗുഡ് പ്രാക്ടീസ് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ശീലം എന്തായിരുന്നു? നല്ല ശീലം എന്തായിരുന്നു? ഭഗവാനെ സ്തുതിക്കുക. ഭഗവാനെ സ്തുതിക്കുക, ധ്യാനിക്കുക. അത്രേ ഉള്ളൂ. ധ്യാനിക്കുക. അത് ധ്യാനിക്കുക, ധ്യാനം. നമ്മൾ എന്താ ഇവിടെ ചെയ്യുന്നത്? നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? നമ്മൾ ജപിക്കുന്നു. അത് തന്നെ ധ്യാനം. ധ്യാനം. കീർത്തനം എന്ന് പറയുമ്പോൾ ശീല പ്രഭുപാദിര് പറയുന്ന നിർവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ചു നേരം ഭഗവാന്റെ കാര്യങ്ങൾ സംസാരിക്കുക, കുറച്ചു നേരം വായിക്കുക, കുറച്ചു നേരം നമ്മൾ ഭഗവാനെ കുറിച്ച് സ്തുതിക്കുക, പാടുക. ഇതിനെയെല്ലാം ചേർത്താണ് കീർത്തനം എന്ന് പറയുന്നത്. അപ്പം ധ്യാനം എന്ന് പറയുമ്പോഴും നമ്മൾ ഭഗവാനെ നാമം ചെല്ലുന്നതിനെ ധ്യാനം എന്ന് പറയും, മെഡിറ്റേഷൻ. അപ്പൊ യഥാർത്ഥ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്താ? ധ്യാനം. ധ്യാനം. എന്താണ് ധ്യാനം? നാമജപം. അല്ലേ? ഇതാണ് നല്ല ശീലം. അങ്ങനെ കുറെ നല്ല ശീലങ്ങള് ഭഗവത്ഗീതയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് എന്തിനാ ഭഗവത്ഗീത എന്നുള്ളത്? നല്ല ശീലങ്ങളെ കുറിച്ച്. ഒരു മനുഷ്യന്റെ യാഥാർത്ഥ്യ ബോധം എങ്ങനെയാണെന്നുള്ളതാണ് ഭഗവത്ഗീത വിവരിക്കുന്നത്. അപ്പൊ അവിടെ നല്ല ശീലങ്ങൾ തുടങ്ങുന്നത് എങ്ങനെയാ? നല്ല സ്വഭാവത്തിലൂടെ. ഇല്ലേ? നല്ല സ്വഭാവം, നല്ല ശീലം. ശരിയല്ലേ? അതെ, അതെ പ്രഭു. അപ്പൊ ഈ സ്വഭാവവും ആഹാരവും തമ്മിൽ ഇല്ലേ ബന്ധമുണ്ട്? ഉണ്ടോ ഇല്ലേ? ഉണ്ട് പ്രഭു. പ്രകൃതിയിലെ 3 ഗുണങ്ങൾ, ആ 3 ഗുണങ്ങളിലാണ് 3 ആഹാരങ്ങൾ. ഇതെല്ലാം കാറ്റഗറീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് പരസ്പര പൂരകമാണ്. നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന പ്രകൃതിയുടെ റിഫ്ലക്ഷൻ ആഹാരത്തിലൂടെ നമുക്ക് കിട്ടുന്നു. നമ്മുടെ കഴിക്കുന്ന ആഹാരത്തിനനുസരിച്ചിട്ട് നമ്മൾ സ്വഭാവം വളരുന്നു. ഇനി നമ്മുടെ സ്വഭാവങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ പ്രത്യേക ടേസ്റ്റോട് കൂടിയ ആഹാരങ്ങൾ കഴിക്കുന്നു. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട് പ്രഭു. മനസ്സിലാവും. ഇപ്പൊ ആഹാരം 3 തരത്തിൽ ഏതൊക്കെയാ? സാത്വികം, രാജസം, താമസം. സാത്വികം, രാജസികം, താമസികം. ഇതിനെപ്പറ്റി വളരെ വിശദമായിട്ട് അർജുനനോട് ഭഗവാൻ സംസാരിക്കുക. എപ്പോഴാ സംസാരിക്കുന്നത്? എപ്പോഴാ സംസാരിക്കുന്നേ? എപ്പോഴാ സംസാരിച്ചേ ഈ ആഹാരത്തെ പറ്റി? കൂലംകുഷിതമായ ചോദ്യങ്ങളൊന്നുമല്ല. ധ്യാനയോഗത്തില് പറയുന്നുണ്ടല്ലോ.
അതല്ലേ പറഞ്ഞത്, കൂലങ്കുഷിതമായിട്ടുള്ള ഒന്നുമല്ല. എപ്പോഴാണ് അർജുനനോട് ഭഗവാൻ ഈ ആഹാരത്തെ പറ്റി സംസാരിക്കുന്നത്? എപ്പോഴാ സംസാരിച്ചേ? പത്രം, പുഷ്പം, ഫലം, അർജുനനും തോയം. കൃഷ്ണനും കൂടെ എവിടെ നിന്നാ സംസാരിക്കുന്നത്? യുദ്ധം ചെയ്യാൻ അർജുനനും കൃഷ്ണനും എവിടെ നിന്നാ സംസാരിക്കുന്നത്? കുരുക്ഷേത്രേ. ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. നിർണായകമായ ഒരു സമയത്ത്, യുദ്ധസമയത്ത് ഭഗവാൻ നോക്കൂ, ആഹാരം കഴിക്കുന്നതിനെ പറ്റി പറയാ. യുദ്ധം എങ്ങനെ ചെയ്യണമെന്ന് മാത്രമല്ല, ആഹാരത്തെ പറ്റി കൂടിയാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇത് വളരെ സെൻസിറ്റീവായ ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ടാണ്, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരു വളരെ സെൻസിറ്റീവായ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഭഗവാൻ ഇത്രയും നിർണായകമായ യുദ്ധഭൂമിയിൽ, യുദ്ധം തുടങ്ങാൻ ഇരിക്കുകയാണ്, തുടങ്ങിക്കഴിഞ്ഞു, ആ സമയത്ത് ഇത് എടുത്തുകൊണ്ടിട്ടത്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്നത് ശരിയോ തെറ്റോ? ശരി. ഭീഷ്മദേവര് അതിനെക്കുറിച്ച് ശരശയിൽ കിടന്നുകൊണ്ട് പറയുകയും ചെയ്യുന്നുണ്ട് തുടർച്ചയായിട്ട്. ഇതിനെ തുടർന്നാ പറയുന്നത്. നമ്മൾ കണക്ട് ചെയ്യണം. അവിടെ നിൽക്കട്ടെ. അപ്പോൾ അർജുനനോട് പറയുകയാണ്, ഇത്രയും സെൻസിറ്റീവായ ഒരു സബ്ജക്റ്റ്, അത്രയും സെൻസിറ്റീവായ ആ അന്തരീക്ഷത്തിൽ പറയുകയാണ്, അർജുന, നീ ശ്രദ്ധിക്കുക ഈ പ്രകൃതിയെ പറ്റി. ഈ പ്രകൃതിയല്ല ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത്, പക്ഷെ അതിനെ ഞാൻ തരം തിരിച്ചു വച്ചിരിക്കുന്നു. 3 തരത്തിലാണ്: സാത്വികം, രാജസികം, താമസികം. ഈ 3 തരം എന്ന് പറയുന്നത് ഈ പ്രകൃതിയുടെ 3 സ്വഭാവങ്ങൾ 3 ആഹാരത്തിലൂടെയാണ്. ഇനി ഞാൻ നിനക്ക് ഈ ആഹാരത്തിന്റെ ആ കാറ്റഗറൈസേഷൻ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് വീണ്ടും തുടരുകയാണ്. അവിടെ ഭഗവത്ഗീത 8ാമത്തെ ശ്ലോകം ഒന്ന് എടുത്തേ. 17-ലെ 8 എടുത്തേ. 17-ലെ 8. ആയുസ്സത്ത് ബലാരോഗ്യ സുഖപ്രീതി വിവർധന രസ്യാ സ്നിഗ്ധാ സ്ഥിരാ ഹൃദ്യ ആഹാര സാത്വിക പ്രിയ. വിവർത്തനം. ശ്രീല പ്രഭുപാദർക്ക് ജയ്. ഹരേ കൃഷ്ണ. ദീർഘായുസ്സും നിലനിൽപ്പിനെ തന്നെ ശുദ്ധീകരിക്കുന്നതും ബലം നൽകുന്നതും ആരോഗ്യത്തെയും സന്തുഷ്ടിയെയും സംതൃപ്തിയെയും വളർത്തുന്നതും രസവത്തും പ്രീതികരവും സ്നിഗ്ധവും ആസ്വാദ്യവുമായ ആഹാരമായിരിക്കണം സ്വാത്വിക സ്വഭാവികൾക്ക് ഇഷ്ടം. ഹരേ കൃഷ്ണ. ഭഗവാൻ ആദ്യമേ തന്നെ നല്ല ശീലങ്ങളെ പറ്റി പറഞ്ഞു. ബ്രഹ്മാവിന്റെ നല്ല ശീലമായിരുന്നു പ്രാർത്ഥന, ധ്യാനം. ആ നല്ല ശീലത്തിലൂടെ ബ്രഹ്മാവിന് അറിവ് കിട്ടി. ഈ വർഷത്തില് 3 മാസങ്ങൾ പ്രധാനമാണ്. അറിയാമോ ഏതൊക്കെയാണെന്നുള്ളത്? ഒരു വർഷത്തില് 3 മാസങ്ങൾ പ്രധാനമാണ്. ഏതൊക്കെയാണ്? ദാമോദര മാസം, മാധവ മാസം, വൈശാഖ മാസം. ദാമോദര മാസം, മാഘമാസം, വൈശാഖ മാസം. എന്താ ഈ 3 മാസങ്ങളുടെയും പ്രത്യേകത? എന്ത് ശീലങ്ങളാ ഈ 3 മാസത്തിലും എന്ത് ശീലങ്ങളാണ് പ്രത്യേകിച്ച് വേണ്ടത്? എന്ത് ശീലങ്ങളാ പ്രഭു? മാഘമാസവും മാധവ മാസവും ഒന്നല്ലേ? എന്താണ് ആണെന്ന് തോന്നുന്നു. പിന്നെ പറയാം. മാഘമാസം, മാധവ മാസം.
എന്തോ? വൈശാഖ മാസം അല്ലേ മാധവ മാസം? വൈശാഖ മാസമാണ് മാധവ മാസം. ഞാൻ പറയാം. അതെ, വൈശാഖ മാസത്തിന് മാധവ മാസം ഒന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ, പറയാം. ഓരോ 3 മാസത്തിന്റെയും എന്താണ് ഈ 3 മാസങ്ങളിലും ചെയ്യേണ്ട നല്ല പ്രധാനപ്പെട്ട ശീലങ്ങൾ? ഭഗവാനെ കുറിച്ച് കൂടുതൽ എന്നാലും ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയൂ. ശരീരത്തെ ശുദ്ധീകരിക്കണം. ജപം, എന്നാലും ഒന്ന് വ്യക്തമായിട്ട് പറയൂ. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് സ്നാനം ചെയ്യുക, ജപിക്കുക. കൂടുതൽ ദാമോദര മാസം ഇതെല്ലാം ആരതി. അതിനകത്തുള്ളത്. മാസം ആ ആരതി ദാമോദര ആരതി മാസം ഭഗവാൻ ദാമോദര ആരതി ചെയ്യുക, ആരതി. ദാമോദരാഷ്ടകം ചെയ്യുക, ഭഗവാന്റെ മുന്നിൽ നെയ്വിളക്ക് കാണിക്കുക. ചതുർ ആ പറഞ്ഞു എന്തെങ്കിലും. മാഘമാസത്തിൽ പുണ്യനദികളിൽ സ്നാനം ചെയ്യുക. വൈശാഖ മാസത്തില് നാമസങ്കീർത്തനം ചെയ്യുക. അപ്പൊ നാമം കൃത്യമായി ചെല്ലേണ്ട മാസമാണ് വൈശാഖ മാസം. അപ്പൊ ഈ മാസത്തിൽ നമ്മളത് തുടർന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള മാസങ്ങളിലെല്ലാം നമ്മൾ അറിയാതെ ഈ നാമജപം തുടരും. എല്ലാത്തിനും നല്ല മുഹൂർത്തങ്ങളുണ്ട്, നല്ല ശീലങ്ങൾ തുടങ്ങാനുള്ള മുഹൂർത്തങ്ങളുണ്ട്. അപ്പോൾ അതേപോലെ നല്ല ശീലങ്ങളെ പറ്റി പറയുകയാണ് അർജുനൻ. ദീർഘായുസ് കിട്ടുന്നതിനെ പറ്റിയാണ് ആദ്യം പറയുന്നത്. നല്ല ദീർഘായുസ് കിട്ടുന്നു. 14-ാമത്തെ അധ്യായത്തില് 6-ാമത്തെ ശ്ലോകം കൂടെ എടുത്തേ. 14-ലെ 6. ഓടി പോണം. 14-ലെ 6 എടുത്തേ. തത്ര ശരീരസ്ഥം ഭൂതഗ്രാമം അചേതസഃ മാം ചക്രാന്ത ശരീരസ്ഥം താൻ വിദ്യാസുര നിശ്ചയാൻ. 14-ലെ 6 ഞാൻ പറഞ്ഞത്. തത്വം നിർമ്മലത്വാത് പ്രകാശകമനാമയം സുഖസംഗേന ബധ്നാതി ജ്ഞാനസംഗേന ചാനഘ. വിവർത്തനം. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദിക്ക് ജയ്. വിവർത്തനം. ഹേ പുണ്യാത്മാവേ, മറ്റുള്ളവയെ അപേക്ഷിച്ച് വിശുദ്ധമാകയാൽ സത്വഗുണം പ്രകാശമാനവും എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതുമാണ്. ആ ഗുണത്തിൽ സ്ഥിതി ചെയ്യുന്നവർ സുഖത്താലും ജ്ഞാനത്താലും ബദ്ധരാക്കപ്പെടും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആ ഗുണത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ സുഖത്താലും ജ്ഞാനത്താലും ബദ്ധരാക്കപ്പെടും. ഹേ പുണ്യാത്മാവെ, മറ്റുള്ളവയെ അപേക്ഷിച്ച് വിശുദ്ധമാകിയാൽ സത്വഗുണം. സത്വം വിശുദ്ധം, സത്വം വിശുദ്ധം വസുദേവ ശബ്ദിതം. അങ്ങനെ ആ ഒരു ഗുണത്തിൽ നിൽക്കുമ്പം ഭഗവാന്റെ ശബ്ദം നമുക്ക് കേൾക്കാനും ചെല്ലാനും താല്പര്യം കൂടുതലുണ്ടാകും. അപ്പൊ അവിടെ ആഹാരത്തെക്കുറിച്ച് പറയുകയാണ്. ദീർഘായുസ്സും നിലനിൽപ്പിന് തന്നെ ശുദ്ധീകരിക്കുന്നതും ബലം നൽകുന്നതും ആരോഗ്യത്തെയും സന്തുഷ്ടിയെയും സംതൃപ്തിയെയും വളർത്തുന്നതും രസവത്തും പ്രീതികരവും സ്നിഗ്ധവും ആസാദ്യവുമായ ആഹാരമായിരിക്കും സാത്വിക സ്വഭാവികൾക്ക് ഇഷ്ടം. ഹരേ കൃഷ്ണ. അപ്പൊ ആഹാരത്തെക്കുറിച്ച് വീണ്ടും. അപ്പം ചിലര് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാണ്. ആണോ അല്ലേ? ആന്ന് പ്രഭു. ഇതൊക്കെ പറയുന്ന ഒരു വിശ്വാസം, ഇതൊക്കെ അവരവരുടെ വിശ്വാസമാണ്. ഇന്നലെ പറഞ്ഞ സംഭവം. അപ്പോൾ ഇത് നമ്മുടെ നാട്ടുകാർ പറയുമ്പോഴോ നമ്മൾ പറയുമ്പോഴോ അല്ലല്ലേ പ്രശ്നം വരുന്നത്? ആണോ? അതെ. നമ്മള് ഭാരതത്തിന് പുറത്തുള്ള മഹാന്മാർ എന്തൊക്കെയാണ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് നോക്കാം. അവരും ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിരുന്നു, വിശദമായിട്ട് ചർച്ച ചെയ്തിരുന്നു. അവരും ഭഗവത്ഗീത പഠിച്ചിരുന്നു. ഇതിനെപ്പറ്റി വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് ചില മഹാന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലൂടെ നമുക്കൊന്ന് പോവാം. നമ്മൾ പറയുമ്പോഴോ ഹരേ കൃഷ്ണക്കാർ പറയുമ്പോഴോ അല്ലെങ്കിൽ ശീലപ്രഭുപാദന്റെ പറഞ്ഞെന്ന് പറയുമ്പോഴോ ഒക്കെ അല്ലേ വിഷയങ്ങൾ വരുന്നത്.
അല്ലെ കൃഷ്ണനാര്? കൃഷ്ണൻ പാണ്ഡവരുടെ കൂടെ നടന്ന ഒരു ചതിയൻ എന്ന് വേണമെങ്കിൽ പറയത്തില്ല. നമ്മൾ നാട്ടുകാർ പറയാം, അത് പറയും. പറയില്ലേ? പറയൂല്ലേ? പറയും. അപ്പൊ ഇവിടെ ഭഗവാൻ വീണ്ടും അർജുനോട് പറയുന്ന ഈ കാര്യങ്ങളെ പറ്റി പാശ്ചാത്യരായിട്ടുള്ള പലര് ഇതിനെ ചർച്ച ചെയ്തു. വെറുതെ ഒന്നും അവർ കളഞ്ഞില്ല, ഇതിനെപ്പറ്റി ഒരു ചർച്ച തന്നെ എടുത്തു. അവിടെ ചിലര് പറയും അതിനകത്തുനിന്നൊരു ഗുണമില്ല എന്നുള്ളത്. അതേസമയം നമ്മുടെ എല്ലാ പോഷകാംശവും ധാന്യങ്ങളിലൂടെയും ചിലപ്രഭാത പാവാർത്ഥത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എല്ലാം അറിയാൻ പറ്റും. വരാം അങ്ങോട്ട്. ധാന്യങ്ങളിലൂടെ, പയറുവർഗ്ഗങ്ങളിലൂടെ, ബീൻസ്, പഴങ്ങളിലൂടെ, പച്ചക്കറികളിലൂടെ, പാല്, മറ്റ് സസ്യാഹാരങ്ങളിലൂടെ കിട്ടും. അപ്പം നമ്മുടെ ജീവിതത്തിൽ നന്മ വളർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ സസ്യാഹാരി ആയിരിക്കണം. ഇതിനെക്കുറിച്ച് ലോകത്തിലെ വലിയൊരു ഫിലോസഫറാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. കേട്ടിട്ടുണ്ടോ? എഴുതി വെച്ചു. അതുകൊണ്ടാണ് ഭാഗവതവും ഭഗവത്ഗീതയും നമ്മൾ മാത്രമല്ല കുട്ടികളും കേൾക്കണമെന്ന് പറഞ്ഞു. തലമുറയും കേൾക്കണം. ഈ ചില കുട്ടികള് നമ്മുടെ കുടുംബത്തിലുള്ളവരുൾപ്പെടെ തന്നെ വിചാരിച്ചു, അവര് ഈ പഴയ ആൾക്കാരെ കളിയാക്കാറുണ്ട്. അവരെല്ലാം പഴഞ്ചന്മാരാണ്, ഞങ്ങളെല്ലാം 6th ജനറേഷനാണ്, 7th ജനറേഷനാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റിന്റെ ഭാഗമാണ്. അല്ലേ? ശരിയോ തെറ്റോ? പക്ഷേ പഴഞ്ചനായ ഒരു വിഭാഗം ആൾക്കാരാണ് അവിടെ ഇരുന്ന് ഭാവിയിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റിനെ പറ്റി ചിന്തിക്കുകയും അതിനെ കണ്ടുപിടിക്കുകയും ചെയ്യുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നെ പുതിയ തലമുറ വർക്ക് ചെയ്യുന്നത്. ശരിയോ തെറ്റോ? ശരിയാ പ്രഭു, ശരിയാ. ആണോ? അല്ലേ? ശരിയാണ് പ്രഭു. അപ്പൊ ഇവര് മൂഢന്മാരല്ലേ? മൂഢത്വമല്ലേ സംസാരിക്കുന്നത്? ഇവര് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് എന്ന് പറയുന്ന സംഭവം, അതിനെക്കുറിച്ച് ദീർഘമായിട്ട് വിശകലനം ചെയ്ത് റെഡിയാക്കി വെക്കുന്നത്, പ്രാവർത്തികമായിട്ട് കൊണ്ടുവരുന്നത് ഈ പറയുന്ന പഴഞ്ചൻ തലമുറ തന്നെയാണ്. അല്ലേ? അതെ അതെ പ്രഭു. അപ്പോൾ ഈ ഭഗവത്ഗീതയിലെ അർജുനോട് ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ഈ സെൻസിറ്റീവ് സബ്ജക്റ്റുകൾ മുഴുവൻ പാശ്ചാത്യർ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ അതിനെ റിയലൈസ് ചെയ്തിട്ട് സംസാരിക്കുകയാണ്, സസ്യാഹാരം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ പുരോഗതിയാണ് സൂചിപ്പിക്കുന്നത്. അപരിഷ്കൃത ജീവിതത്തിൽ നിന്ന് പരിഷ്കൃത ജീവിതത്തിലേക്കുള്ള ഒരു കാൽവയ്പാണ് സസ്യാഹാരം. ഞാൻ ഇന്ന് ഇതിനെക്കുറിച്ച് പഠിക്കുകയും ബൗദ്ധികമായി എനിക്കത് പ്രായോഗികമായി തോന്നുകയും ചെയ്തപ്പോൾ, അതുപോലെ തന്നെ മറ്റൊരു ജീവിയെ കൊല്ലുവാൻ എന്നിൽ ഭയമുണ്ടായപ്പോൾ ഞാൻ മാംസം ഉപേക്ഷിച്ചു. ഞാൻ സസ്യാഹാരിയാകാൻ പ്രേരിപ്പിച്ചു. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത്, മാംസം ഭക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു പ്രകോപനവുമില്ലാത്ത ഒരു കൊലപാതകമാണ്. ഈ കൊച്ചു വെളുപ്പാൻകാലത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയാനാണോ വന്നിരിക്കുന്നത്? നമ്മൾ കൊച്ചു വെളുപ്പാൻകാലത്ത് സംസാരിക്കുന്നു. അതേസമയം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ യുദ്ധം ചെയ്യാൻ വന്ന് നിൽക്കുന്ന ആ സമൂഹത്തില്, ആ മധ്യത്തിൽ വെച്ചിട്ടാണ് ഇത്രയും ഇങ്ങനൊരു സബ്ജക്റ്റ് അർജുനനടുത്ത് ഭഗവാൻ കൊണ്ടിടുന്നത്. അപ്പം ശരിയോ തെറ്റോ? ശരിയാ പ്രഭു. നമ്മൾ ചിരിക്കും. അപ്പോൾ അവിടെ മനുഷ്യൻ മാംസമുക്കായ മൃഗമാണ് എന്ന് പറയുന്നത് സമൂഹത്തിൽ അപമാനവും കൂടിയാണ്. കാര്യം അവൻ സസ്യാഹാരിയായിട്ടാണ് ജനിക്കുന്നത്. ഇതൊരു അപരിഷ്കൃതമായ ഒരു ജീവിതമാണ്. മനുഷ്യ പുരോഗതിയുടെ ഭാഗമാണ് മനുഷ്യൻ മാംസം ഉപേക്ഷിക്കുക എന്ന്
ലോകപ്രശസ്തനായ മറ്റൊരു നടനും ഫിലോസഫറുമായ ഹെൻറി ഡേവിഡ് തോറോ പറയുന്നുണ്ട്, വാൾഡൻ എന്ന ഒരു സിനിമയിലാണ് പറയുന്നത്. വാൾഡൻ എന്ന സിനിമ അതെല്ലായിടത്തും നോക്കണം. അപ്പോൾ ചിലർ പറയും, നമ്മുടെ ആൾക്കാർ എന്ത് പറഞ്ഞാലും കുഴപ്പമാണ്, ആരോഗ്യം വേണമടാ, അല്ലെങ്കിൽ ആരോഗ്യം വേണമടി, അതിനെ കുറച്ച് മാംസം കഴിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയും. ഇല്ലേ? ശരിയോ തെറ്റോ? ശരിയാ. പറയുന്നൊരു അപ്പൊ അതൊരു തെറ്റായ ഒരു ബോധമാണ്. സസ്യാഹാരം നമ്മെ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ദുർബലരാക്കുകയോ നിഷ്ക്രിയമാക്കുകയോ ചെയ്യില്ല എന്ന് മഹാത്മാഗാന്ധി സംസാരിച്ചു. ഓരോരുത്തരും എടുക്കുകയാണ്, ചർച്ച ചെയ്യുകയാണ്, വലിയ സബ്ജക്റ്റായിട്ട് ചർച്ച ചെയ്തു. വീണ്ടും മറ്റൊരാള് പറയുന്നു, ആരാ? പൈ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാ? പൈതഗോറസ്. ഹരേ കൃഷ്ണ പ്രഭു. പൈതഗോറസ്. പൈതഗോറസ്. അദ്ദേഹം പറയുകയാണ്, എന്റെ സഹോദരന്മാരെ, എന്റെ സഹജീവികളെ, എന്റെ സഹോദരന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ പാപകരമായ ഭക്ഷണങ്ങളാൽ അശുദ്ധമാക്കരുത്. നോക്കണം, ഇത്രയും വലിയ ഹൈബ്രിഡ് ബ്രെയിനുള്ള പൈതഗോറസ് പറയുകയാണ്, നിങ്ങൾ പാപകരമായ ഭക്ഷണങ്ങളാൽ നിങ്ങളുടെ ശരീരത്തെ അശുദ്ധമാക്കരുത്. നമുക്ക് കഴിക്കുവാനായി നല്ല നല്ല ചോളം, ആപ്പിൾ, പച്ചക്കറികൾ എന്നതുപോലുള്ള ഭക്ഷണ സാധനങ്ങളുണ്ട്. നിങ്ങൾ നിരപരാധികളായ മൃഗങ്ങളെ കശാപ്പ് ചെയ്യാതിരിക്കൂ. കുതിരകളും, നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മുടെ കൂടെ വളരുന്ന കുതിരകള്, കന്നുകാലികളും ആടുകളും പോലും സസ്യാഹാരിയാണ്. ഇനി മറ്റൊരു മഹാനുണ്ട്, മതത്തിനൊരു നിർവചനം കൊടുത്ത വലിയൊരു മഹാൻ. തന്നെ താൻ അറിയുന്നവൻ മതത്തെയും അറിയുന്നു. ആരാ പറഞ്ഞത്? ജോർജ് ബെർണാഡ് ഷാ. ജോർജ് ബെർണാഡ് ഷാ. വളരെ സന്തോഷം. തന്നെ താൻ അറിയുന്നവൻ മതത്തെയും അറിയുന്നു. ഞാൻ പറയാൻ കാരണം, അവിടെ വെക്കട്ടെ, നിർത്തട്ടെ. അദ്ദേഹം പറഞ്ഞത്, എന്റെ വയറ് ചത്ത മൃഗങ്ങളുടെ ശ്മശാനമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. മലയാളത്തില് വലിയൊരു ആത്മീയ നേതാവ്, ആത്മീയ ലീഡർ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. മാംസം കഴിക്കുന്നവൻ ശവത്തെയാണ് കഴിക്കുന്നത് എന്ന് പറഞ്ഞു. ആരാ? ഓർമ്മയുണ്ടോ? വർക്കല ശിവഗിരി മഠത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു ബോർഡ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ ആരാ പറഞ്ഞത്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുദേവൻ. ഗുരുസ്വാമി. അതാണ് രസം. ഇത് നോക്കണം, ഇതിനെ വീണ്ടും അനലൈസ് ചെയ്യണം. നേരത്തെ പറഞ്ഞെന്താണ് ബെർണാഡ് ഷാ? മതത്തിന് നിർവചനം കൊടുത്തെന്താ? തന്നെത്താൻ അറിയുന്നവൻ മതത്തെയും അറിയുന്നു. തന്നെ താൻ അറിയുന്നവൻ മതത്തെയും അറിയുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ കണ്ണാട് ദർശനം എന്താണ്? ഒരു ജാതി ഒരു മതം. കണ്ണാടി ദർശനം എന്താ? ആത്മദർശനം. ദർശനമാലയൊക്കെ വായിക്കും, മനസ്സിലാവും.
വായിക്കണം, വെറുതെ ഇരുന്ന് വായിച്ചോ. ഗുരു ദർശനമാല. അപ്പം ആത്മാവിനെ കുറിച്ചിട്ടാണ് ഭഗവത്ഗീത മുഴുവനാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ആത്മാവിനെ കുറിച്ച് പറയുമ്പം ഭഗവത്ഗീതയിൽ ശ്ലോകം വരുന്നുണ്ട്. എന്താ വരുന്നേ? ഏതാ ശ്ലോകം വരുന്നേ? ഞാൻ എപ്പോഴും പറയാറുള്ളൊരു ശ്ലോകം, പ്രത്യേകിച്ച് കുട്ടികളുടെ അടുത്ത് ഞാൻ ഉപദേശിക്കാറുള്ള ശ്ലോകം. 15-ാം അധ്യായത്തിൽ ആ 15-ാം പറഞ്ഞു കേട്ടു. സർവസ്യചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിർജ്ഞാനമബോധനം ച വേദൈശ്ച വേദ്യേരഹമേവ വേദ്യോ വേദാന്തകൃത്വേദവിദേവ ചാഹം. ഹരേ കൃഷ്ണ. എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മാവായി സ്ഥിതി ചെയ്യുന്നു. ആ പരമാത്മാവിനെ കുറിച്ചിട്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ആ കാലഘട്ടത്തുള്ള ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിച്ചത്. അതേ ഭാഷയാണ് ബർണാഡ് ഷാ ഉപയോഗിച്ചത്. തന്നെ കുറിച്ചറിയുക, ഞാൻ ഈ ശരീരമല്ല ആത്മാവാണ് എന്ന ബോധം, ആ ആത്മാവിനെ കുറിച്ചറിയുക. ഇത് രണ്ടും ഞാൻ ഇങ്ങനെ കോയിൻസൈഡ് ആയിട്ട് നോക്കുമ്പോൾ പിന്നെ എനിക്കൊരു സംശയം ഉണ്ടായി. എന്തായിരിക്കും സ്വാഭാവികമായിട്ടുള്ളൊരു സംശയം? എന്തായിരിക്കും? രണ്ടും ഒന്ന് തന്നെ. അല്ല, വരട്ടെ, ഒന്നുകൂടെ വരട്ടെ. എന്തായിരിക്കും? ഇവര് ജനിച്ച വർഷത്തെ പറ്റി ചിന്തിക്കാൻ തുടങ്ങി. ഇവർ രണ്ടുപേരും ഒരേ കാലഘട്ടത്താണോ സംഭവിച്ചത്? ഇതിനെപ്പറ്റി ചിന്തിച്ചു. നോക്കുമ്പോ ശരിയാ, ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ച വർഷം ഏതാ? 1856. നോക്കുമ്പോൾ അതേ വർഷം തന്നെയാണ് ബർണാഡ് ഷായും ജനിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ പ്രായം. 1957 സംതിങ് വരെ, 52 വരെയാണ് ബർണാഡ് ഷായുടെ ജീവിതം. 1927 വരെയാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിതം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവന്റെ കൃതികളും ഭഗവത്ഗീതയും എല്ലാം ബർണാഡ് ഷാ വായിച്ചിരുന്നു എന്ന അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? അത് വായിച്ച് അത് പ്രാവർത്തികമായി ജീവിതത്തിൽ കൊണ്ടുവന്നു എന്നർത്ഥം. അതായത് നമ്മുടെ ഈ സനാതന ധർമ്മത്തെ പറ്റി, ഭഗവത്ഗീതയിലെ തത്വങ്ങളെ പറ്റി, ഭഗവാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പറ്റി വളരെ വിശദമായിട്ട് ലോകപ്രശസ്തരായ ആൾക്കാരെല്ലാം എടുത്ത് വിശകലനം ചെയ്തു, യാഥാർത്ഥ്യ ബോധത്തോടെ അതിനെ കണ്ടു എന്നുള്ളതാണ്. ഐൻസ്റ്റീൻ പറഞ്ഞത്, എൻ്റെ അവസാന നാളുകളിലാണ് ഭഗവത്ഗീത വായിക്കാനും പഠിക്കാനും ഒക്കെ ഇടയായത്. ഇനിയും ഇത് നേരത്തെ പഠിച്ചിരുന്നെങ്കിൽ ഞാൻ എൻ്റെ കണ്ടുപിടുത്തങ്ങളിൽ കുറെ ഇംപ്രൂവൈസേഷൻ കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഇനി ബർണാഡ് ഷാ ചായയും കോഫിയും പോലും കുടിച്ചിരുന്നില്ല. അതാണ് മറ്റൊരു സത്യം. എന്ന് പറഞ്ഞാൽ ഹരേ കൃഷ്ണക്കാരനാണെന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലായില്ലേ? അപ്പൊ ഇത്രയും സെൻസിറ്റീവായ സബ്ജക്റ്റ് ഒരു ഡിബേറ്റിനോ ഒന്നും ആയിരുന്നില്ല ഇതൊക്കെ എടുത്തത്. അവര് ഇതിനെക്കുറിച്ച് വിശകലനം ചെയ്തു. എന്തുകൊണ്ടാണ് കൃഷ്ണൻ അർജുനോട് ഇങ്ങനൊരു വാക്ക് സംസാരിച്ചത്, അതും ഇത്രയും വലിയ ഒരു മഹായുദ്ധത്തിന്റെ നടുവിൽ വെച്ചിട്ട്. അപ്പോൾ എന്തെങ്കിലും അതിനൊരു കാര്യം ഉണ്ടായിരിക്കണം എന്ന് ഇവർ ചിന്തിച്ചു. അങ്ങനെ ഒരു വിശകലനം ചെയ്തു. കൃഷ്ണ ഈസ് റൈറ്റ് എന്ന് അവര് അവസാനം അടിക്കുറിപ്പ് എഴുതി. ഹരേ കൃഷ്ണ. അപ്പം അടുത്ത 2 ശ്ലോകങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 9ാമത്തെ ശ്ലോകം എന്താ പറയുന്നത്? ലെ 9.
ആര് വായിക്കും? പതിനേഴിലെ 9. ഭഗവത്ഗീതയല്ലേ പ്രഭു? അതെ. ഖഡ്ഗം ലലവണാ തൃഷ്ണാ തീഷ്ണരൂക്ഷവിദാഹിനഃ ആഹാരാ രാജസസ്യോഷ്ട ദുഃഖശോകാമയ പ്രദ ദുഃഖ പ്രദഃ. പ്രഭു വിവർത്തനം. വിവർത്തനം. ശ്രീല പ്രഭുദാര ജയ്. ഹരേ കൃഷ്ണ. കയ്പ്, പുളിപ്പ്, ഉപ്പുരസം, കടുത്ത ചൂട്, എരിവ്, വരൾച്ച എന്നിവ കൂടുതലുള്ള ആഹാര പദാർത്ഥങ്ങളെ രാജസ സ്വഭാവികൾ ഇഷ്ടപ്പെടുന്നു. ഇത്തരം ഭക്ഷ്യങ്ങൾ ദുഃഖത്തിനും രോഗങ്ങൾക്കും വഴിവെക്കുന്നവയാണ്. ഹരേ കൃഷ്ണ. അർജുനോട് വീണ്ടും പറയാണ്, ഹരേ കൃഷ്ണ മാതാജി, അർജുനോട് വീണ്ടും പറയാണ്, നമ്മുടെ ശരീരത്തിന് ദുഃഖങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ചില ശീലങ്ങളുണ്ട് അർജുന. ആ ശീലം, അതിനെക്കുറിച്ചും കൂടെ ഞാൻ പറഞ്ഞു തരാം. അതും ആഹാരശീലത്തിലൂടെയാണ് അർജുന നമുക്ക് അസുഖങ്ങളെല്ലാം ഉണ്ടാകുന്നത്. എന്താണ്? ഒരുവൻ കൂടുതൽ പുളി ഇഷ്ടപ്പെടുക, കൂടുതൽ പുളി, കൂടുതൽ എരിവ്, ഇതൊക്കെ വയറിനെ അലസോരപ്പെടുത്തും. ശരിയോ തെറ്റോ? ശരിയാണ് പ്രഭു. ഇച്ചിരി മധുരം കൂടിയ കുഴപ്പമുണ്ടോ പ്രഭു? ഉദരത്തെ അലസോരപ്പെടുത്തും. അപ്പം ഉപ്പുരസം, കടുത്ത ചൂട്, ഇതൊക്കെ ഉദരങ്ങളിലെ അലസോരപ്പെടുത്തും. അതിന്റെ ഫലമായിട്ട്, ഉദരം അലസോരപ്പെടുന്നതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? രോഗങ്ങൾക്കും ദുഃഖങ്ങൾക്കും വഴിവെക്കും. അനാവശ്യമായ ചിന്തകൾ ഉണ്ടാകും. വീണ്ടും 10ാമത്തെ ശ്ലോകം ഒന്ന് വായിച്ചേ. മാതാജിമാർ ആരെങ്കിലും വായിക്കുന്നോ? ഹരേ കൃഷ്ണ. യാതയാമം ഗദരസം പൂതീപുര്യഷിതം ചയത് ഉച്ഛിഷ്ടം അഭിചാമേദ്യം ഭോജനം താമസപ്രിയം. ആദ്യം തന്നെ ഭഗവാൻ ദീർഘായുസിനെ പറ്റി സംസാരിച്ചു. ഇനി ഈ ദീർഘായുസിനെ ഖണ്ഡിക്കുന്നത്, ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ചില ആഹാരശീലങ്ങളെ പറ്റി അർജുനോട് ഭഗവാൻ പറഞ്ഞു. ഇനി മറ്റൊരു സ്വഭാവക്കാരുണ്ട് അർജുന, അത് വളരെ നീചമാണ്. എന്ന് പറഞ്ഞാൽ അസുഖങ്ങൾ മാത്രമല്ല, അവൻ അറിവില്ലാത്തതും കൂടിയാകുന്നു. അതിന്റെ വിവർത്തനം എന്താ വായിക്കുന്നത്? വിവർത്തനം ഒന്ന് വായിച്ചേ മാതാജി. ആയുസ്സും മനഃശുദ്ധിയും കായബലവും വിവർത്തനം. 3 മണിക്കൂറിന് മുമ്പ് തൊട്ടുള്ള മാതാജി. 3 മണിക്കൂറിന് മുമ്പ് പാകം ചെയ്തതും സ്വാദ് നഷ്ടപ്പെട്ടതും ദുർഗന്ധമുള്ളതും ഉച്ഛിഷ്ടവും തൊടാൻ കൊള്ളാത്തതുമായ ഭക്ഷണങ്ങളെയാണ് താമസ സ്വഭാവികൾ ഇഷ്ടപ്പെടുന്നത്. ഒന്നുകൂടെ വായിച്ചേ. 3 മണിക്കൂറിന് മുമ്പ് പാകം ചെയ്തതും സ്വാദ് നഷ്ടപ്പെട്ടതും ദുർഗന്ധമുള്ളതും ഉച്ഛിഷ്ടവും തൊടാൻ കൊള്ളാത്തതുമായ ഭക്ഷണങ്ങളെയാണ് താമസ സ്വഭാവികൾ ഇഷ്ടപ്പെടുന്നത്. ഇതിനകത്ത് ഒരു കാര്യം നമുക്ക് അങ്ങോട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റത്തില്ല. ഏതാ? സ്വാദ് നഷ്ടപ്പെട്ടു. അതെല്ലാം പോട്ടെ, അതെല്ലാം നമുക്ക് സ്വാദ് ഇഷ്ടപ്പെട്ട് നമ്മൾ കഴിക്കത്തില്ല. ഒരു കാര്യം ഹരേ കൃഷ്ണ, 3 മണിക്കൂറിന് മുൻപ് പാകം ചെയ്ത് ഇത് ഇത്തിരി കട്ടിയാണ് അല്ലേ? ശരിയാ. എന്ന് മാത്രമല്ല, നോക്കൂ, ആ ഒരു സാധനത്തിനെ പിടിച്ച് എവിടാ കൊണ്ടിട്ടേക്കുന്നത്? ആദ്യം തന്നെ രാജസീയ ഗുണത്തിനും കൊണ്ടുവന്നിട്ട് കൊടുത്തില്ല. അതിനെ കൊണ്ട് ഇട്ട് കൊടുത്തത് എവിടാണ്? ആദ്യം തന്നെ. ഇഷ്ടം നമ്മൾ കഴിക്കാൻ പോകുന്നില്ല. അതെ, ഉച്ഛിഷ്ടം നമ്മൾ കഴിക്കാൻ പോകുന്നില്ല. പിന്നെന്താ? ദുർഗന്ധമുള്ളത്, അതും നമ്മൾ കഴിക്കാൻ പോകുന്നില്ല. പിന്നെ സ്വാദ് നഷ്ടപ്പെട്ടത്, അതും നമ്മൾ കഴിക്കാൻ പോകുന്നില്ല. പക്ഷേ ഈ നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഈ 3-നകത്തോട്ടാണ് എന്ത് കൊണ്ടിട്ടേക്കുന്നത്? 3 മണിക്കൂറിന് മേലുള്ള ഭക്ഷണം കൊണ്ടിട്ടേക്കുന്നത്. ശരിയാവുമോ തെറ്റാവുമോ?
ഇല്ല, അതിനോട് പ്രഭു, ഹരകൃഷ്ണ പ്രഭു, അതിനോട് പൂർണ്ണമായിട്ട് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. കാരണം എന്തെന്ന് വെച്ചാല്, ഇപ്പൊ ഒരു കല്യാണ സദ്യ എന്ന് പറയുമ്പോൾ വെളുപ്പാൻ രാവിലെ എഴുന്നേറ്റായിരിക്കും ഇതൊക്കെ ചെയ്തു വെക്കുന്നത്. ചിലപ്പോൾ 12 മണിക്കായിരിക്കും അതിന്റെ മുഹൂർത്തം. അപ്പൊ അതെ. ഇതിനോട് നമുക്ക് പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റത്തില്ല. ഹരകൃഷ്ണ പ്രഭു. തീർച്ചയായിട്ടും ഉം. ഞാൻ പറഞ്ഞു, അത് ഞാൻ ചോദിച്ചത്. അതുപോലെ വല്ലാത്ത കാര്യം തന്നെ. ജോലിക്ക് പോകുമ്പോഴും രാവിലെ ഉണ്ടാക്കുന്ന ഭക്ഷണം കൊണ്ടാണ് പോണത്. ആ വല്ലാത്തൊരു കാര്യം തന്നെ. നോക്കണം, ഇത്രയും നമുക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഭക്ഷണത്തിനോട് ആണ് ഈ സാധനം കൂടെ കൊണ്ടുവച്ചത് 3 മണിക്കൂറിന് മുൻപ് എന്നുള്ളത്. ഇവിടെ ചില ഹോട്ടലുകളെന്നല്ല, പാഴ്സൽ വാങ്ങിക്കുമ്പം അവർ ഭഗവത്ഗീത ഫോളോ ചെയ്തിട്ട് സ്റ്റേറ്റ്മെന്റ് എഴുതാറുണ്ട്. എന്താണെന്നുള്ളത് അറിയാമോ? ഞാൻ ഭഗവത്ഗീത ഫോളോ ചെയ്ത് ഞാൻ വെറുതെ പറഞ്ഞതാണ്, നമുക്ക് ആക്കിയെടുക്കാം. 3 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഗ്യാരണ്ടി ഇരുന്നുള്ള ഈ ആഹാരം കഴിച്ച് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ. സത്യം അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഈ പാഴ്സൽ കൊണ്ടുപോകുന്ന ആള് 3 മണിക്കൂറിന് ശേഷം കഴിച്ചതിന് ശേഷം 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ ആഹാരം കഴിക്കുന്നതെങ്കിൽ അതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ ഉത്തരവാദിയല്ല. അപ്പോഴോ? ശരി, ശശികുമാർ പ്രഭു അങ്ങനെ പറഞ്ഞു, ബാക്കി മാതാജിമാർ സംസാരിച്ചു, ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാവാം ഭഗവാൻ അങ്ങനെ പറഞ്ഞത്, ഇതിനോട് ചേർത്ത് വെച്ചത്? നമ്മള് അത് ഭഗവാൻ അങ്ങനെ പറഞ്ഞു എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഈ വെക്കുന്ന സാധനങ്ങൾ, ഉണ്ടാക്കുന്ന ആഹാര സാധനങ്ങൾ അതുപോലെ സൂക്ഷ്മമായിട്ട് മറ്റു ബാധകളൊന്നും ഉണ്ടാകാത്ത രീതിയിൽ വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്നുള്ളതായിരിക്കും ഭഗവാൻ എങ്ങനെ ഉദ്ദേശിച്ചത്. പറ്റും? ഇപ്പോഴും നമുക്ക് അതിനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ പ്രഭു. ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോഴും സംവിധാനമില്ല. ആര് പറഞ്ഞു സംവിധാനം ഉണ്ടെന്ന്? സംവിധാനം ഇല്ല. ഉണ്ട് പ്രഭു. പണ്ട് വൈപ്പാണ്. ഉറികളിലൊക്കെ നമ്മൾ ആഹാരം ഉണ്ടാക്കി വെക്കത്തില്ലായിരുന്നു. നമ്മുടെ കൊച്ചുനാളില് ഉറി ഉണ്ടാക്കി ഉറിക്കകത്ത് കെട്ടിയാണ് ആഹാര സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്നത്. അങ്ങനെ ആ ഉറിയിൽ നിന്ന് രാവിലെ എടുത്താണ് പഴങ്കഞ്ഞിയൊക്കെ നമ്മൾ കുടിച്ചിരുന്നത്. ഓർക്കുന്നുണ്ടോ പ്രഭു? അതും താമസ സ്വഭാവത്തിൽ വരുന്നതാ. അപ്പോഴോ നോക്കാം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതിനെ എങ്ങനെയാണ് പ്രശ്നം, നമ്മുടെ സബ്ജക്റ്റ് വരുമ്പം പ്രശ്നത്തെ പറ്റില്ല ചിന്തിക്കേണ്ടത്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ കുടുംബത്തിനും പറയാറുണ്ട്, പ്രശ്നത്തെ പറ്റിയല്ല ചർച്ച ചെയ്യേണ്ടത്, സൊല്യൂഷനെ പറ്റി ചർച്ച ചെയ്യേണ്ടത്. പ്രശ്നം മാത്രം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതൊരു നെഗറ്റീവ് എനർജിയാണ്. സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായി വരും. ആ പ്രശ്നത്തെ പറ്റി നമ്മൾ ഉത്കണ്ഠപ്പെടുകയല്ല വേണ്ടത്, അതിന്റെ പരിഹാരം എന്താണെന്നുള്ളതാണ് വേണ്ടത്. ശരിയോ തെറ്റോ? ശരിയാണ് പ്രഭു. സൊല്യൂഷൻ ചിന്തിക്കാതെ പ്രശ്നത്തെ പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെടും, ഇല്ലേ? ആണോ? തീർച്ചയായും. അപ്പോൾ നമുക്ക് ശീല പ്രഭുപാദ കീ ജയ്, പ്രഭുപാദയുടെ ഭാവാർത്ഥം ഒന്ന് വായിച്ചാട്ട് വ്യക്തമായിട്ട്. ഹരേ കൃഷ്ണ. ഇതാണ് പ്രഭു 10ലെയാണ് ഭാവാർത്ഥം വായിക്കണ്ടേ? അതെ. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദർ കി ജയ്. ഹരേ കൃഷ്ണ. ആയുസ്സും മനഃശുദ്ധിയും കായബലവും വർദ്ധിപ്പിക്കലാണ് ആഹാരത്തിന്റെ ഉദ്ദേശ്യം. പണ്ട് തന്നെ പാലും അതിന്റെ ഉപോൽപ്പന്നങ്ങളും അരി, ശർക്കര, ഗോതമ്പ്, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയെ ദീർഘായുസിനും ആരോഗ്യത്തിനും ഏറ്റവും അധികം ഉതകുന്ന ഭക്ഷ്യങ്ങൾ എന്ന നിലയിൽ അഭിജ്ഞന്മാർ അംഗീകരിച്ചിട്ടുണ്ട്. സ്വാത്വിക പ്രകൃതി ഉള്ളവർ ഇഷ്ടപ്പെടുന്നതും ഇവയെ തന്നെ. വേവിച്ച ചോളം, ശർക്കര മുതലായ മറ്റു ചിലതും അത്രയും സ്വാദുള്ളവയല്ലെങ്കിലും പാലോ വേറെ ഏതെങ്കിലും ആഹാരമോ ചേർത്താൽ രുചികരമാക്കാം. അപ്പോൾ അവ സാത്വിക ആഹാരങ്ങളാകുന്നു. പ്രകൃത്യാ ശുദ്ധ ആഹാരങ്ങളാണിവ. മാംസം, മദ്യം തുടങ്ങിയ അസ്പർശ്യങ്ങളായ ഭക്ഷ്യങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തങ്ങളാണ് ഈ സാത്വിക ആഹാരങ്ങൾ. സ്നിഗ്ധങ്ങൾ എന്ന് 8ാം ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ള കൊഴുപ്പുള്ള ആഹാരങ്ങൾക്ക് പ്രാണിഹിംസ ചെയ്ത് നേടുന്ന മൃഗക്കൊഴുപ്പുമായി ബന്ധമില്ല. ഉത്തമ ആഹാരമായ പാലിൽ നിന്ന് മൃഗക്കൊഴുപ്പ് വേണ്ടത്ര കിട്ടും. പാൽ, വെണ്ണ, പാൽക്കട്ടി
മുതലായവയിലൂടെ മൃഗക്കൊഴുപ്പ് ലഭ്യമാണെന്നിരിക്കെ നിരപരാധികളായ ജീവികളെ ഹിംസിക്കേണ്ടുന്ന ആവശ്യമേ ഇല്ല. ക്രൂരത കൊണ്ട് മാത്രമാണ് ഈ ഹിംസ തുടർന്നു പോരുന്നത്. പാലിലൂടെ കൊഴുപ്പ് നേടുകയത്രേ സംസ്കാര സമ്പന്നർക്ക് അനുയോജ്യമായ മാർഗം. ജന്തുഹിംസ മനുഷ്യോചിതമല്ല. പയറ്, പരിപ്പ്, തവിട് പോകാത്ത ഗോതമ്പ് ഇവയിൽ നിന്ന് പ്രോട്ടീനും ആവശ്യം പോലെ കിട്ടും. കയ്പുള്ളതോ ഉപ്പുരസവും എരിവും ചൂടും കൂടുതലുള്ളതോ ആയ ഭക്ഷ്യങ്ങൾ രാജസാഹാരങ്ങളാണ്. അവ ആമാശയത്തിലെ ശ്ലേഷ്മത്തെ വരട്ടി പലതരം രോഗങ്ങൾ ഉണ്ടാക്കും. താമസാഹാരങ്ങൾ മുഖ്യമായി പഴക്കം തട്ടിയവയാണ്. പാകം ചെയ്ത് 3 മണിക്കൂർ കഴിഞ്ഞാൽ പഴകി എന്ന് കണക്കാക്കാം. ഭഗവത് പ്രസാദത്തിന്റെ കാര്യത്തിൽ ഈ തീർപ്പ് ബാധകമല്ല. പഴകുമ്പോൾ ഒരു മിനിറ്റ്, നോട്ട് ദ പോയിന്റ്. സൊല്യൂഷൻ വന്നോ? വന്നു. വായിച്ചാട്ടെ. പഴകുമ്പോൾ ആഹാരത്തിന് ദുർഗന്ധം ഉണ്ടാകുന്നു. താമസ സ്വഭാവികളെ ആകർഷിക്കുകയും സ്വാത്വികർക്ക് വെറുപ്പുണ്ടാക്കുകയും ചെയ്യുന്നതാണ് ഈ ഗന്ധം. ഭഗവാന് നിവേദിച്ചതോ ഒരു മഹാമനുഷ്യന്റെ, വിശേഷിച്ച് ഒരു ആധ്യാത്മിക ആചാര്യന്റെ ഭക്ഷണത്തിനായി തയ്യാറാക്കിയതോ ആയ ആഹാരത്തിൽ ശേഷിച്ചത് ഭക്ഷിക്കുന്നതിൽ തെറ്റില്ല. മറ്റു വിധത്തിൽ ഉച്ഛിഷ്ടം ഭക്ഷണയോഗ്യമല്ല, താമസാഹാരമാണ്. അത് കഴിക്കുന്നത് രോഗത്തിന് വഴിവെക്കുകയും ചെയ്യും. അത്തരം ഭക്ഷ്യങ്ങൾ താമസ സ്വഭാവികൾക്ക് വളരെ കൃത്യങ്ങളായി തോന്നാമെങ്കിലും സ്വാത്വികർക്ക് വെറുപ്പുണ്ടാക്കും. അവയെ തൊടാൻ പോലും സ്വാത്വിക പ്രകൃതിയുള്ളവർ മടിക്കും. ഭഗവാന് ഭക്തിപൂർവം നിവേദിച്ചതിന്റെ ഉച്ഛിഷ്ടമാണ് സർവോത്തമമായ ആഹാരം. ഭക്തിപൂർവം നൽകുന്ന ധാന്യവും പച്ചക്കറികളും പാലുമെല്ലാം താൻ സ്വീകരിക്കുമെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. പത്രം, പുഷ്പം, ഫലം, തോയം എന്നിങ്ങനെ. എന്നാൽ പ്രേമവും ഭക്തിയുമാണ് ഭഗവാന് സ്വീകാര്യമായത്. ഒരു സവിശേഷ രീതിയിൽ തയ്യാറാക്കേണ്ടതാണ് പ്രസാദമെന്ന് പറയപ്പെടുന്നു. ശാസ്ത്രപ്രോക്തമായ വിധത്തിൽ തയ്യാറാക്കിയതും കൃഷ്ണന് നിവേദിച്ചതുമായ ഏതു ഭക്ഷണവും തികച്ചും ആധ്യാത്മികമായതിനാൽ ഏറെ കാലത്തിന് ശേഷവും ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് ആഹാരത്തെ രോഗാണുരഹിതവും സംശുദ്ധവും എല്ലാവർക്കും ആസ്വാദ്യകരവുമാക്കുവാൻ വേണ്ടി ഭഗവാന് നിവേദിക്കണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ മനസ്സിലായോ? സൊല്യൂഷൻ ആയോ? ഇന്ന് നമ്മൾ പഠിച്ചതിനകത്തും ഉണ്ടായിരുന്നു ഭഗവാൻ ഭഗവത്ഗീത പറഞ്ഞ സൊല്യൂഷൻ ആയോ? നാം എന്ത് കഴിക്കുന്നു അത് ഭഗവാനെ സമർപ്പിച്ച് കഴിക്കണമെന്ന് ഭഗവാൻ ഭഗവാന് നിവേദ്യം ആയി കഴിഞ്ഞാൽ ഈ 3 മണിക്കൂർ ബാധകമാവുന്നില്ല. പിന്നെ നമ്മൾ ഈ പറയുന്നതിന്റെ കൂട്ട് ആഹാരത്തിന്റെ സ്വാദ് നഷ്ടപ്പെടുന്നത് വരെ ആ നിവേദ്യം നമുക്ക് ഉപയോഗിക്കാം. ഒരേ ഒരു പോംവഴിയേ ഉള്ളൂ. സൊല്യൂഷനാണ് നമ്മൾ നോക്കേണ്ടത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ ലാബില് ടെസ്റ്റ് ചെയ്തിട്ടാണ് 3 മണിക്കൂർ ഡിസൈഡ് ചെയ്തത്, വെറുതെ അല്ല. അപ്പോൾ ഭഗവത്ഗീത എത്രയോ കോടി വർഷം, അത് പോട്ടെ, 5000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിരിക്കുന്ന ഭഗവത്ഗീതയിൽ കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കുകയാണ് 3 മണിക്കൂർ. ആ യാഥാർത്ഥ്യബോധമാണ് കാണേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൂട്ടം മഹാന്മാര്, വിദേശികളായ മഹാന്മാർ ഇതിനെ ചർച്ച ചെയ്തു, അതിൻ്റെ യാഥാർത്ഥ്യബോധത്തെ കണ്ടു. അതുപോലെ ഇവിടെയും യാഥാർത്ഥ്യബോധത്തെ കണ്ടു. ആ പാഴ്സലിൽ, ആഹാരത്തിന്റെ പാഴ്സലിൽ എഴുതി 3 മണിക്കൂറിന് മേല് കഴിച്ച് 3 മണിക്കൂറിനുള്ളിൽ ഇത് കഴിച്ചിരിക്കണം, അതിനുശേഷം കഴിക്കുന്നതിന് യാതൊരു ഗ്യാരണ്ടിയില്ല. അപ്പോൾ അതിനുള്ള സൊല്യൂഷനാണ് ഒന്ന് സ്വാത്വികാഹാരം എന്ന് മാത്രമല്ല, അതിനെ നമ്മൾ ഭഗവാന് നിവേദിച്ചിട്ട് അതിന്റെ എക്സ്പയറി ഡേറ്റ്, ഡ്യൂ ഡേറ്റ് കൂട്ടണം. അപ്പോൾ നിവേദ്യം മസ്റ്റാണ് എന്നർത്ഥം. അങ്ങനെ ആഹാരം ശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമുക്കിതിന് കുറച്ചും കൂടെ കഴിഞ്ഞോ, രാവിലെ വെച്ചത് വൈകിട്ടോ രാത്രിയോ പിറ്റേന്ന് രാവിലെ കഴിക്കാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ?
മനസ്സിലാവുന്നുണ്ടോ? ഭഗവാൻ സൊല്യൂഷൻ പറയുന്നുണ്ടല്ലോ. ഹരേ കൃഷ്ണ. അതെ, ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരൂഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമ്മൾ ഇവിടുത്തെ ഇത്രയും കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ആ നല്ല ശീലങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ആ നല്ല ശീലങ്ങൾ ബ്രഹ്മാവ് തന്നെ നല്ലൊരു ഉദാഹരണമാണ്. അതുകൊണ്ടാണ് വേദഗർഭൻ എന്ന് ബ്രഹ്മാവിനെ വിശേഷിപ്പിച്ചത്. എല്ലാ അറിവും കിട്ടിയത് ഭഗവാനോടുള്ള ധ്യാനത്തിലൂടെയാണ്. ആ നല്ല ശീലങ്ങൾ നമുക്ക് നമ്മൾ ജീവിക്കുന്ന നിലനിൽക്കുന്ന പ്രകൃതിയിലൂടെയാണ് ഉൾക്കൊള്ളേണ്ടത്. ആ പ്രകൃതിയിൽ ഉൾക്കൊള്ളേണ്ടതെന്ന് പറഞ്ഞാൽ ആഹാരത്തിലൂടെയാണ്. ആഹാരത്തിലെ 3 വിഭാഗമായിട്ട് തരംതിരിച്ചു. അതിലെ സാത്വിക ആഹാരം തന്നെ തന്നെ നമ്മൾ 3 മണിക്കൂറിൽ കൂടുതൽ വെക്കാൻ പാടില്ല എന്ന് നമ്മൾ പഠിച്ചു. എന്ന് മാത്രമല്ല, അത് നിവേദ്യമായിട്ട് മാറിയെങ്കിൽ മാത്രമേ അത് ശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ എന്നും നമ്മൾ പഠിച്ചു. ഹരേ കൃഷ്ണ. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാൻ ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ 1-2 മിനിറ്റ് സംസാരിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഇന്നലെ നടന്ന ഒരു സംഭാഷണം പറയാണ്. ഇതിപ്പോ ഞാൻ ആഹാരത്തെ കുറിച്ച് സംസാരിച്ചു, വേറൊരു കാര്യം കുറിച്ച്